യുക്കാവാസ് തിയറി ഓഫ് ദി സ്ട്രോങ് ഫോഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ യുക്കാവാസ് തിയറിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കാം. 1935 ജാപ്പനീസ് ഫിസിസിസ്റ്റ് എച്ച് യുക്കാവ ആണ് ഈ ഒരു തിയറി പബ്ലിഷ് ചെയ്തത്. അദ്ദേഹം ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വന്നിരുന്നത്. ഈ ന്യൂക്ലിയർ ഫോഴ്സിനെയാണ് നമ്മൾ പിന്നീട് സ്ട്രോങ് ഫോഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കിയത്. പിന്നെ ഈ ഒരു തിയറിയിൽ കുറേ ഒരു സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കാണിക്കുന്നത് ഈ ന്യൂക്ലിയർ ഫോഴ്സിന് ഈ രണ്ട് ന്യൂക്ലിയോൺസിനെ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസിനോടുള്ള ഡിപ്പെൻഡൻസ് ആയിരുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയോൺസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണിച്ചൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അദ്ദേഹം ഈ ഒരു തിയറിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് എന്നുള്ള ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണെന്നുള്ളത്. ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയസിൻ്റെ ആ ഒരു മാക്സിമം ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള അത്രയല്ലേ അകലത്തിൽ മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ സ്ട്രോങ് ഫോഴ്സ് എന്നുള്ളത്. ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ, ഇൻഫ്ലുവൻസ് ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ, അതായത് ന്യൂക്ലിയോൺസിൻ്റെ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഫെർമിയുടെ അപ്പുറത്ത് അകലത്തിലാവരുത്. ഇപ്പോൾ രണ്ട് ന്യൂക്ലിയോൺസ് അതിൻ്റെ ഇടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പം അത് ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു ന്യൂക്ലിയർ ഫോഴ്സിന് അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവണമെങ്കിൽ ഈ രണ്ട് ന്യൂക്ലിയോൺസ് തമ്മിൽ, അവരുടെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2-3 ഫെർമിയുടെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അത്രയും ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഒരു 2-3 ഫെർമി എന്ന് പറഞ്ഞാൽ, ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻15 മീറ്റേഴ്സാണ് വരിക. അപ്പോൾ ഇത് എത്ര ചെറിയ ഡിസ്റ്റൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അത് ആക്ട് ചെയ്യുന്ന ആ റേഞ്ച്. പിന്നെ യുക്കാവ കൊണ്ടുവന്ന ആ ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫോഴ്സിന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു ഫോർമുല ആയിരുന്നു. പക്ഷെ അതിൽ ഒരു അഡീഷണൽ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു അഡീഷണൽ ടേം എന്നുള്ളത് എക്സ്ട്രീംലി സ്മോൾ ആവും. ഏതൊരു സമയത്താണ് അത് എക്സ്ട്രീംലി സ്മോൾ ആവുക? ഈ ഒരു ഡിസ്റ്റൻസ്, രണ്ട് ന്യൂക്ലിയോൺസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു സർട്ടൈൻ ലിമിറ്റിനപ്പുറം കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അഡീഷണലായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേം വളരെ എക്സ്ട്രീംലി സ്മോൾ ആയിട്ട് പോകും. ഈ ഒരു ഡിസ്റ്റൻസിന്, ന്യൂക്ലിയോൺസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ ആർ എന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറയുന്നവർ ഈ ഒരു തിയറിയിൽ ഇപ്പം മാത്തമാറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഇതിനപ്പുറത്തേക്ക് ഈ തിയറിയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെയറിങ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഈ തിയറിയുടെ ഒപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യുക്കാവ ഇൻട്രൊഡ്യൂസ്ഡ് എ ഡെയറിങ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റെപ്പ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. It is known that when an electrically charged particle accelerates or decelerates, it emits photons. It is known that when an electrically charged particle accelerates or decelerates, it emits photons. Yukawa claimed that just as the electric field can produce photons, the field of the strong force which prevails around a nucleon must also produce under certain conditions some kind of particles. ഇതാണ് യുക്കാവ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു യുക്കാവസ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതായത് ഇപ്പം ഇലക്ട്രിക് ഫോഴ്സിന് ഫോട്ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയോൺസിന് ബൈൻഡ് ചെയ്ത് നിർത്തി ന്യൂക്ലിയോൺസിൻ്റെ ചുറ്റിലുള്ള ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ്, അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സിന് സെർട്ടൈൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ സെർട്ടൈൻ കണ്ടീഷൻസിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സം കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. പിന്നെ ഈ യുക്കാവയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ കയ്യിലുള്ള എക്സ്പെരിമെൻ്റൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന റേഞ്ചാണ്. ഇത്ര ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാത്രമാണ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എഫക്റ്റുള്ള ഇൻഫ്ലുവൻസ് ഉള്ളത്, അതിനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു എക്സ്പെരിമെൻ്റൽ ഫാക്റ്റ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെ എമിറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്ന കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി.
ഇപ്പോഴും ആ ഒരു മാസ് എന്നുള്ളത് ഒരു അപ്പാരറ്റസ് ഒന്നും വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കയ്യിലുള്ള എക്സ്പെരിമെൻ്റൽ ഫാക്ട് വെച്ചിട്ട് തന്നെ അന്ന് തന്നെ ഈ ഒരു ഇങ്ങനത്തെ പാർട്ടിക്കിൾസിൻ്റെ മാസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ആദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സിന് വേണ്ടി ഒരു വേവ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തിരുന്നു. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷന് സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആയിരുന്നു. അത് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ഫോഴ്സിന് ന്യൂക്ലിയോൺസിൻ്റെ സെൻറ്റേഴ്സിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് R എന്നുള്ള ഡിസ്റ്റൻസ്, രണ്ട് ന്യൂക്ലിയോൺസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസുമായി ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഡിപ്പെൻഡൻസ് കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പ്രഷനിൽ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ വേവ് ഇക്വേഷനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷന് സിമിലർ ആയിട്ടുള്ളൊരു വേവ് ഇക്വേഷൻ ആയിരുന്നു. He then applied the laws of Planck and de Broglie, which state that a wave of frequency f and wavelength lambda carries energy in quanta of E equal to hf, which have the momentum p equal to h by lambda. These calculations showed that as opposed to electromagnetic fields whose quanta are of zero raised to mass, in the case of strong interaction the mass of the quantum differs from 0 and is equal to meV equal to hc by 2 pi r0. അപ്പം അദ്ദേഹം ഈ വേവ് ഇക്വേഷൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിനുശേഷം അതിൽ പ്ലാങ്ക് ആൻഡ് ഡി ബ്രോഗ്ലി ലോസ് ഓഫ് പ്ലാങ്ക് ആൻഡ് ഡി ബ്രോഗ്ലി അപ്ലൈ ചെയ്തു. അതെന്താണ് പറയുന്നത്? ഫ്രീക്വൻസി എഫും വേവ് ലെങ്ത് ലാംഡയും ആയിട്ടുള്ള ഒരു വേവിൻ്റെ എനർജി ഇൻ ക്വാണ്ട E ഈക്വൽ ടു hf ആയിരിക്കും, മൊമെൻറ്റം P ഈക്വൽ ടു h ബൈ ലാംഡ ആയിരിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അദ്ദേഹം കാൽക്കുലേഷനിലൂടെ കണ്ടുപിടിച്ചു. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്വാണ്ട എന്ന് പറഞ്ഞാൽ 0 റെസ്റ്റ് ടു മാസ് ആണ്. പക്ഷെ സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ കാര്യത്തിൽ ഈ ഒരു മാസ് ഓഫ് ദ ക്വാണ്ടം എന്നുള്ളത് 0 അല്ല, അത് വേറൊരു ക്വാണ്ടിറ്റി, വേറൊരു എമൗണ്ട് ആണെന്ന് കണ്ടുപിടിച്ചു. അത് അദ്ദേഹം ഈ ഒരു ഇക്വേഷനിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു സ്ട്രോങ് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഇൻട്രാക്ഷനിൽ ഉണ്ടാകുമ്പോൾ സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ കേസിൽ മാസ് ഓഫ് ദ ക്വാണ്ടം എന്ന് പറയുന്നത് m ഈക്വൽ ടു hc ബൈ 2π0. എം എന്നുള്ളത് നമ്മൾ MEVയിൽ ആണ് മെഷർ ചെയ്യുക, അതാണ് ബ്രേക്കറ്റിൽ MEV എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മാസ് എന്നുള്ളത് hc ബൈ 2πr0 എന്നാണ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിലെ ടേംസ് എച്ചും സിയും ഒക്കെ കോൺസ്റ്റൻസ് ആണ്, നമുക്കറിയാം h c 2π ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അങ്ങനെ അതിൽ r0 എന്നുള്ളതാണ് റേഞ്ച് ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത്. r0 എന്നുള്ളത് റേഞ്ച് ഓഫ് ദ ഫോഴ്സ് ആണ്, നമുക്കറിയാം അല്ലേ? ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സിൻ്റെ അത് ആക്ട് ചെയ്യാവുന്ന റേഞ്ച് മാക്സിമം എത്ര വരും നമുക്കറിയാം. അപ്പം അതൊരു 2 × 10⁻⁻15 മീറ്റേഴ്സ് ആണെങ്കിൽ സി നമുക്കറിയാം 3 × 10⁸ ആണ്, 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ h ബൈ 2π അപ്രോക്സിമേറ്റ്ലി 10⁻34 ജൂൾസ് സെക്കൻഡ് ആണ്. അതായത് 6.55 × 10⁻22 MEV സെക്കൻഡ് ആണെന്നറിയാം. അപ്പം നമുക്കിപ്പോൾ ഇത്രയും ഡാറ്റാസ് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m കിട്ടും അല്ലേ? അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് m അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 100 MEV എന്ന് കിട്ടി, which is about 200 times of the mass of the electron or 1/10 of the proton mass. അപ്പം അതിൻ്റെ മാസ് ഈ കിട്ടിയ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 100 MEV ആണ് അപ്രോക്സിമേറ്റ്ലി. അത് ഇലക്ട്രോൺ മാസിൻ്റെ 200 ടൈംസ് ആണ്. അതുപോലെ പ്രോട്ടോൺ മാസിൻ്റെ 1/10 ആണെന്ന് കണ്ടു. അതുപോലെ ഈ ഒരു അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ള അത് നമ്മൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ യുക്കാവസ് തിയറിയിൽ യുക്കാവ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾ ഇതിനെ പിന്നീട് നമ്മൾ പൈ മീസോൺ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ പയോൺ എന്ന് വിളിച്ചു. അന്നത് ജസ്റ്റ് ഒരു പാർട്ടിക്കിളിന് പേരൊന്നും
അന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കതിന് പൈമീസോണാണ് ഇത്, ഈ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പാർട്ടിക്കിൾ പൈമീസോണാണ്, പയോൺ ആണെന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കി.